പാപ്പ പറയുന്നു, നമ്മുടെ ചിന്താശേഷിയെ അൽഗരിതങ്ങൾക്ക് അടിമയാക്കരുത്. ശ്രവിക്കാനും വിമർശനാത്മകമായി ചിന്തിക്കാനുമുള്ള നമ്മളുടെ കഴിവിനെ നിർമ്മിത ബുദ്ധിക്കും സോഷ്യൽ മീഡിയ അൽഗരിതങ്ങൾക്കും കൈമാറാനുള്ള നമ്മുടെ സന്നദ്ധതയാണ് മാനവരാശി നേരിടുന്ന ഒരു യഥാർത്ഥ ഭീഷണി. നമ്മിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായ മറ്റു മനുഷ്യരെ അഭിമുഖീകരിക്കാനുള്ള അവസരമാണ് ഇതുമൂലം കവർന്നെടുക്കപ്പെടുന്നത്. ബന്ധങ്ങൾ സ്ഥാപിക്കുന്നത് എങ്ങനെയെന്ന് നാം പഠിക്കുന്നത് മറ്റുള്ളവരുമായി ഇടപെട്ടുകൊണ്ടാണ്. മറ്റുള്ളവരെ സ്നേഹിക്കാതെ മനുഷ്യബന്ധങ്ങളോ സൗഹൃദങ്ങളോ സാധ്യമല്ല. ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഈ കാലത്ത് ഡിജിറ്റൽ സാക്ഷരത ആവശ്യമാണ്. മാനവികവും സാംസ്കാരികവുമായ വിദ്യാഭ്യാസം ഇതിനോടൊപ്പം ലഭിക്കണം. യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ രൂപപ്പെടുത്തുന്നത് എങ്ങനെയെന്ന് മനസ്സിലാക്കാൻ ഇതാവശ്യമാണ്. നിർമ്മിത ബുദ്ധി തൊഴിലുകളെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന്, നമ്മുടെ സോഷ്യൽ മീഡിയ ഫീഡുകളിലേക്ക് പ്രത്യേക ഉള്ളടക്കങ്ങൾ നിരന്തരം വരുന്നതെങ്ങനെയെന്ന്, നിർമ്മിത ബുദ്ധിയുമായി ബന്ധപ്പെട്ട സമ്പദ്വ്യവസ്ഥയുടെ സാമ്പത്തിക തത്വങ്ങളും മാതൃകകളും എന്തൊക്കെയെന്ന്, അവ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുകയെന്ന് മനസ്സിലാക്കാൻ ഈ വിദ്യാഭ്യാസം ആവശ്യമാണ്. ജനങ്ങൾക്കു വേണ്ടി സംസാരിക്കുന്ന മുഖങ്ങളും ശബ്ദങ്ങളും നമുക്കാവശ്യമാണ്. ആശയവിനിമയത്തിനുള്ള വരദാനം നാം തുടർന്നും അനുഭവിച്ചുകൊണ്ടിരിക്കണം. മാനവരാശിയുടെ ഏറ്റവും ഗാഢമായൊരു സത്യമാണ് ആശയവിനിമയം. എല്ലാ സാങ്കേതിക വിദ്യാ നവീകരണങ്ങളും ഇത് ലക്ഷ്യമിട്ടുള്ളതാകണം. നാം ഓരോരുത്തരും അനന്യവും പകരം വെക്കാനാവാത്തതുമായ തനിമ സ്വന്തമായുള്ളവരാണ്. അത് നമ്മുടെ ജീവിതാനുഭവത്തിൽ നിന്നുണ്ടാവുകയും മറ്റുള്ളവരുമായുള്ള ഇടപെടലുകളിലൂടെ പ്രകാശിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. നിർമ്മിത ശബ്ദങ്ങളിലൂടെയും മുഖങ്ങളിലൂടെയും പുതിയ സാങ്കേതിക വിദ്യകൾ നമ്മുടെ ഈ അനന്യതയെയാണ് ഭീഷണിപ്പെടുത്തുന്നത്. മനുഷ്യ ശബ്ദങ്ങളും മുഖങ്ങളും വിജ്ഞാനവും അറിവും ബോധവും ഉത്തരവാദിത്വവും അനുകമ്പയും സൗഹൃദവും കൃത്രിമമായി സൃഷ്ടിച്ചുകൊണ്ട് നിർമ്മിത ബുദ്ധി നമ്മുടെ വിവരാധിഷ്ഠിത വ്യവസ്ഥകളിൽ മാത്രമല്ല ഇടപെടുന്നത്, മറിച്ച് മനുഷ്യബന്ധങ്ങളിലേക്കും അത് കടന്നുകയറുന്നു. സഭയുടെ 60ാമത് സാമൂഹ്യ സമ്പർക്ക മാധ്യമ ദിനമായ മെയ് 17 നൽകിയ സന്ദേശത്തിൽ നിന്ന്